ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിൽ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരിഷ്കരണം നടക്കുന്ന ഇടങ്ങളിലെ വോട്ടർ പട്ടിക ഇന്ന് അർദ്ധരാത്രിയിൽ മരവിപ്പിക്കും. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നോട്ടീസ് അയച്ചു. ആരോഗ്യവകുപ്പിന് കീഴിൽ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന് 3400 കോടിയോളം രൂപയുടെ അന്തിമാനുമതി നൽകി ലോകബാങ്ക്. ജനങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും കരുതലാകുന്ന പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടമുറപ്പിച്ച് തിരുവനന്തപുരം ജില്ല. മേളയ്ക്ക് നാളെ സമാപനം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ മുതൽ ഈ മാസം 30 വരെ തമിഴ്നാട് സന്ദർശനം നടത്തും. സന്ദർശന വേളയിൽ കോയമ്പത്തൂർ, തിരുപ്പൂർ, മധുര, രാമനാഥപുരം എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ന് സീഷെൽസ് ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കുന്ന ഉപരാഷ്ട്രപതി നാളെ കോയമ്പത്തൂരിൽ എത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിൽ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടത്തുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക കൂടുതൽ സുതാര്യവും തെറ്റില്ലാത്തതുമാക്കുക എന്നതാണ് ഈ പരിഷ്കരണത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പരിഷ്കരണം നടത്തുന്ന 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇന്ന് അർദ്ധരാത്രിയിൽ വോട്ടർ പട്ടിക മരവിപ്പിക്കും. പിന്നീട് എല്ലാ വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന സവിശേഷ എണ്ണൽ ഫോമുകൾ വോട്ടർമാർക്ക് നൽകും. അർഹതയുള്ള എല്ലാ വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക, യോഗ്യതയില്ലാത്തവരെ നീക്കം ചെയ്യുകയും ചെയ്യുക എന്നതാണ് SIRന്റെ പ്രാഥമിക ലക്ഷ്യം. ബീഹാറിൽ നടന്ന ആദ്യഘട്ടം 0 അപ്പീലുകളോടെ പൂർത്തിയാക്കിയതായും രണ്ടാം ഘട്ടത്തിൽ SIR ഘട്ടം ഘട്ടമായി നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ വിവരങ്ങൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്നതായി നിരീക്ഷിച്ച പരമോന്നത കോടതി ഇത് സംബന്ധിച്ച എല്ലാ കേസുകളും CBIക്ക് കൈമാറുന്നത് പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടും ഭരണ നൈപുണ്യവും 2047 ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. പാലക്കാട് നഗരസഭയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും കരുതലാകുന്ന പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്നതെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. കേരള കേന്ദ്ര സർവകലാശാലയിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന് കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ വ്യാഴാഴ്ച തറക്കല്ലിടും. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 52.68 കോടി രൂപയാണ് പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിന് അനുവദിച്ചത്. പെരിയ ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ വൈസ് ചാൻസലർ സിദ്ദു P. അൽഗുർ അധ്യക്ഷത വഹിക്കും. കണ്ണൂർ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ പണിയ മേഖലയിലെ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള വിവരശേഖരണം ആരംഭിച്ചു. ഓരോ കുടുംബങ്ങളുടെയും അവസ്ഥ വിശകലനം ചെയ്ത് അവർക്ക് അനുയോജ്യമായ പ്ലാൻ തയ്യാറാക്കുന്നതാണ് പദ്ധതി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ 194 വീടുകളിലായി 269 പണിയ കുടുംബങ്ങളാണുള്ളത്. ഈ കുടുംബങ്ങൾക്ക് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ ആവശ്യമായ മേഖലകളിൽ സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം വ്യാപിപ്പിക്കുകയും നൂതന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും. കുടുംബശ്രീ ജില്ലാ മിഷൻ നേതൃത്വത്തിലാണ് വിവരശേഖരണം ആരംഭിച്ചത്. ഇതിലൂടെ ലഭിക്കുന്ന വസ്തുതകൾ ഉന്നതി തലത്തിൽ വിശകലനം ചെയ്ത് പഞ്ചായത്ത് തലത്തിൽ മൈക്രോ പ്ലാൻ രൂപപ്പെടുത്തും. കൊട്ടിയൂരിൽ മൈക്രോ പ്ലാൻ എന്യൂമറേറ്റർമാർക്ക് പരിശീലനവും നൽകി. ലോകബാങ്ക് സഹായത്തോടെ ആരോഗ്യവകുപ്പിന് കീഴിൽ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന് 3400 കോടിയോളം രൂപയുടെ അന്തിമാനുമതി ലോകബാങ്ക് നൽകി. ആരോഗ്യമേഖലയിൽ വലിയ വികസനമാണ് ഇതിലൂടെ സാധ്യമാകുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പദ്ധതി തുകയുടെ 70%മായ 2400 കോടി രൂപ ലോകബാങ്കും ബാക്കി സംസ്ഥാനവുമാണ് വഹിക്കുന്നത്. പദ്ധതിക്കായി കേരളം വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു. തുടർന്നാണ് ലോകബാങ്കിന്റെ ജനറൽ ബോഡി പദ്ധതിക്ക് അന്തിമ അംഗീകാരം നൽകിയത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 31-ന് രാജ്യമെമ്പാടും റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിക്കും. സർദാർ വല്ലഭായ് പട്ടേലിനെയും അദ്ദേഹത്തിന്റെ ഏകീകൃത ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും ആദരിക്കുന്നതിന്റെ ഭാഗമായി റൺ ഫോർ യൂണിറ്റിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിലൂടെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
രാജ്യസേവനത്തിൽ പരമമായ ത്യാഗം ചെയ്ത ധീര സൈനികരെ ആദരിക്കുന്നതിനായി പാങ്ങോട് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് പാങ്ങോട് സൈനിക കേന്ദ്രം ഇൻഫൻട്രി ദിനം ആഘോഷിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്ര കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായും വിരമിച്ച സൈനികരും യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. നാവിക ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 4-ന് തിരുവനന്തപുരത്ത് വിസ്മയ കാഴ്ചകൾ ഒരുക്കും. പ്രധാന നാവിക കേന്ദ്രങ്ങൾക്ക് പുറത്ത് നാവിക ദിന പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള ശ്രമത്തിന്റെ തുടർച്ചയായാണ് തിരുവനന്തപുരത്ത് നാവികസേന പ്രകടനം നടത്തുന്നതെന്ന് കേരളത്തിലെ നേവൽ ഓഫീസർ ഇൻചാർജ് കമ്മഡോർ വർഗീസ് മാത്യു അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. നാവികസേനാ പടക്കപ്പലുകളുടെ അത്യുജ്വല പ്രകടനത്തിനാകും ഡിസംബർ 4-ാം തീയതി ശംഖുമുഖം ബീച്ച് സാക്ഷ്യം വഹിക്കുക. നാവികസേനയുടെ പോരാട്ട വീര്യവും ശേഷിയും എല്ലാ അർത്ഥത്തിലും പ്രകടിപ്പിക്കുന്ന വിധത്തിലാകും അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ ആതിഥേയത്വത്തിൽ ശക്തി പ്രകടനം സംഘടിപ്പിക്കുക. അന്തർവാഹിനികൾ അടക്കമുള്ളവ ഇവിടെ എത്തുന്ന കാര്യത്തിൽ ഡിസംബർ 1 തീരുമാനം പ്രഖ്യാപിക്കും. സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി ചേർന്ന ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്തെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും നാവികസേനാംഗങ്ങളുടെ സമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കും. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടമുറപ്പിച്ച് തിരുവനന്തപുരം ജില്ല. ഭൂരിഭാഗം മത്സരങ്ങളും പൂർത്തിയായപ്പോൾ 1779 പോയിന്റുമായാണ് ആതിഥേയർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. 199 സ്വർണം, 141 വെള്ളി, 166 വെങ്കലം എന്നിവ നേടിക്കൊണ്ട് മറ്റു ജില്ലകളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് മേളയിൽ തലസ്ഥാന ജില്ലയുടെ മുന്നേറ്റം. എന്നാൽ 2-3 സ്ഥാനത്തിനായി തൃശൂരും കണ്ണൂരും പാലക്കാടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അതേസമയം അത്ലറ്റിക്സിൽ പാലക്കാടിനെ മറികടന്ന് മലപ്പുറം ഒന്നാം സ്ഥാനം സ്വന്തമാക്കി കുതിക്കുകയാണ്. 8 ദിവസം നീണ്ട കായികമേളയ്ക്ക് നാളെ സമാപനമാകും. വൈകുന്നേരം 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് സമ്മാനിക്കും. പ്രാദേശിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മത്സ്യോൽപാദന രംഗത്ത് കുതിച്ചുചാട്ടത്തിന് കളമൊരുക്കുകയാണ് പ്രധാൻമന്ത്രി മത്സ്യസമ്പദാ യോജന. കൊല്ലത്ത് PMMSY സ്കീം പ്രയോജനപ്പെടുത്തി ബയോഫ്ലോക്ക് പോണ്ട് രീതിയിൽ ചെയ്ത വനാമി ചെമ്മീൻ കൃഷി വൻ വിജയമായി. വിളവെടുപ്പ് ഉദ്ഘാടനം ഇന്ന് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. മൺട്രോത്തുരുത്ത് പഞ്ചായത്തിൽ കിടപ്പറം വടക്ക് വാർഡിലെ കർഷക ദമ്പതികളായ രജനിയും ബിനുവുമാണ് ബയോഫ്ലോക്ക് പോണ്ട് രീതിയിൽ വനാമി കൃഷി പരീക്ഷിച്ചത്. 25 സെന്റിന്റെ 2 യൂണിറ്റുകളായി ആകെ 50 സെന്റിലാണ് ബയോഫ്ലോക്ക് പോണ്ട് സജ്ജമാക്കിയത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജനയും സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളുമാണ് യൂണിറ്റ് വിജയകരമായി യാഥാർത്ഥ്യമാക്കാൻ ഇവരെ സഹായിച്ചത്. ശരിയായ പരിചരണം നൽകി 100 ദിവസം കൊണ്ട് തന്നെ ലാഭകരമായ രീതിയിൽ വളർച്ചയെത്തിയ വനാമി ചെമ്മീനുകളാണ് വിളവെടുത്തത്. വലിയ വനാമിക്ക് വിപണിയിൽ വൻ ഡിമാൻഡുണ്ട്. ശാസ്ത്രീയമായ നൂതന രീതിയിൽ കൃഷി ചെയ്തതിനാൽ രോഗബാധ ഒഴിവാക്കുന്നതിനൊപ്പം കുറഞ്ഞ കാലയളവിൽ കൂടുതൽ വളർച്ച ലഭിച്ചതായും രജനിയും ബിനുവും പറഞ്ഞു. വിജിലൻസ് ബോധവൽക്കരണ വാരത്തോടനുബന്ധിച്ച് നാളെ രാവിലെ 10 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ സഹകരണത്തോടെ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രസംഗം, പ്രബന്ധം, റീൽസ് എന്നീ ഇനങ്ങളിൽ മത്സരങ്ങൾ നടത്തും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലെ വിദ്യാർത്ഥികൾക്കാണ് മത്സരം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബംഗാൾ ഉൾക്കടലിൽ മോൻത ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. വടക്കു പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ചുഴലിക്കാറ്റ് നാളെ രാവിലെയോടെ തീവ്ര ചുഴലിക്കാറ്റായി ആന്ധ്രാ തീരത്ത് മണിക്കൂറിൽ പരമാവധി 110 കിലോമീറ്റർ വരെ വേഗതയിൽ കാക്കിനിറയ്ക്ക് സമീപം കരയിൽ തൊടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഷിപ്പ് ടു ഷിപ്പ് LNG ബങ്കറിംഗ് യൂണിറ്റ് വിഴിഞ്ഞം തുറമുഖത്ത് ഉടൻ യാഥാർത്ഥ്യമാകും. ഇന്ത്യ മാരിടൈം വീക്കിന്റെ ഭാഗമായി അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് പോർട്ട് ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡുമായി പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടു. പദ്ധതി നടപ്പാകുന്നതോടെ അന്താരാഷ്ട്ര സർവീസ് നടത്തുന്ന കപ്പലുകൾക്ക് LNG ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം തുറമുഖം മാറും. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിൽ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടത്തുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരിഷ്കരണം നടക്കുന്ന ഇടങ്ങളിലെ വോട്ടർ പട്ടിക ഇന്ന് അർദ്ധരാത്രിയിൽ മരവിപ്പിക്കും. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത FIR വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നോട്ടീസ് അയച്ചു. ആരോഗ്യവകുപ്പിന് കീഴിൽ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന് 3400 കോടിയോളം രൂപയുടെ അന്തിമാനുമതി നൽകി ലോകബാങ്ക്. ജനങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും കരുതലാകുന്ന പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടമുറപ്പിച്ച് തിരുവനന്തപുരം ജില്ല. മേളയ്ക്ക് നാളെ സമാപനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.